മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136.20 അടിയായി ഉയർന്നു. രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ 136.10 അടിയായിരുന്നു. അത് പിന്നീട് 1.15 എന്ന രീതിയിലേക്ക് കൂടി മാറിയതായി സുബിൻ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് 2.20 എന്ന രീതിയിലേക്ക് കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൃഷ്ടിപ്രദേശത്തു നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഈ ഡാമിൽ വീണ്ടും വെള്ളം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ 10 മണിക്ക് ഡാം തുറന്നു വിടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രത്തോളം ജാഗരൂകരായിരിക്കണം എന്നുള്ള വിവരമാണ് നൽകിയിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ലഭിച്ച അറിയിപ്പ് പ്രകാരം ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വല്പം സമയം കൂടി വൈകും. അതായത് 10 മണിക്ക് ശേഷമേ ഈ ഒരു ഡാം തുറക്കൂ എന്നുള്ള ഒരു വിവരം നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിലവിലെ അറിയിപ്പ് പ്രകാരം ഏകദേശം ഒരു 11:30-12 മണിയോട് കൂടി ഡാം തുറക്കുമെന്നുള്ളൊരു പുതിയ അറിയിപ്പാണ് എത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നത് പ്രകാരം 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് 10 സെന്റിമീറ്റർ ഉയർത്തി, അതായത് 13 സ്പിൽവേ ഷട്ടറുകളാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനോട് ചേർന്നുള്ളത്. ആ സ്പിൽവേ ഷട്ടറുകൾ 13 ഉയർത്തി 10 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. 12 മണിയോടുകൂടി ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വിവരപ്രകാരം തമിഴ്നാടാണ് 10 മണിയോടുകൂടി ഈ ഡാം തുറക്കുമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ 10 മണിയോട് ഡാം തുറക്കേണ്ടി വരുമെന്നുള്ള ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നത്. നിലവിൽ മറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടത് കൊണ്ടാവാം നിലവിൽ ഈ ഒരു സമയം താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 13 ഷട്ടറുകൾ ഉയർത്തി ഈ ഏകദേശം 10 സെന്റിമീറ്ററോളം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് ഔദ്യോഗികമായി നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തീരപ്രദേശങ്ങളിൽ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവ് മേഖലയിൽ തന്നെയാണ്. പെരിയാർ നദിയോട് ചേർന്ന് തന്നെയാണുള്ളത്. പെരിയാർ നദിയിൽ ഇപ്പോഴും ഒഴുക്ക് കാര്യമായി തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നിലവിൽ ഒഴുകിയെത്തുന്നത് 3867 കനയടി വെള്ളമാണ് നിലവിൽ ഒഴുകിയെത്തുന്നത്. 2 ദിവസം മുമ്പ് ഇത് 5000-ന് മുകളിലായിരുന്നു. അതിനുശേഷം ഇന്നലെ ഇത് 3800 അടുത്ത് നിന്നുവെങ്കിലും ഇന്ന് രാവിലെ 3700-ലേക്കൊക്കെ താഴ്ന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ വീണ്ടും വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സ്പിൽവേ ക്ഷമിക്കണം കനാല് വഴിയും അതുപോലെ തന്നെ ടണൽ വഴിയും എല്ലാം നിലവിൽ ഈ ഒരു തമിഴ്നാട് വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. 2117 കനയടി വെള്ളമാണ് നിലവിൽ അവർ കൊണ്ടുപോകുന്നത്. ഈ ക്രമാതീതമായി വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇനിയും ആ ഡാമിലെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ അടിയന്തരമായി തന്നെ ഡാം തുറക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ ഈ തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ വേണ്ട നടപടികൾ എടുക്കാനുള്ള മുൻകരുതലിലായിരിക്കണം അവർ ഉണ്ടാവേണ്ടത്. കൂടാതെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും എല്ലാം തന്നെ നിലവിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ വെള്ളം ഇവിടെ നിന്ന് മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുക വള്ളക്കടവിലാണ്. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ ചപ്പാത്ത്, മ്ലാമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിന്നിട്ടാണ്, അയ്യപ്പൻകോവിൽ പിന്നിട്ടാണ് നിലവിൽ ഇടുക്കി ഡാമിലേക്ക് എത്തേണ്ടത്. ഈ തീരപ്രദേശങ്ങളിലാകെ ഏകദേശം 883 കുടുംബങ്ങൾ, അതായത് വെള്ളം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകും. 883 കുടുംബങ്ങൾക്ക് ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. നിലവിൽ